C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളും വെച്ചോ? വീട് തുടച്ചിട്ട് വെക്കാന്ന് കരുതി. അങ്ങനെ കരുതാൻ നിന്നോട് ആര് പറഞ്ഞടി? വിശക്കുമ്പോ പിന്നെ ഞാൻ എന്തെടുത്ത് ഞെണ്ണും? ഇതാ പറഞ്ഞത്, നീ എന്തെങ്കിലും ജോലി ബാക്കി വെക്കുമെന്ന്. ദേ, ഹോം നേഴ്സിന്റെ ജാടയൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ലെന്ന് ആദ്യമേ നിന്നോട് ഞാൻ പറഞ്ഞതാ. ആ ശാരദാമ്മയോ? ഈശ്വര, ഹോംനെസ് എന്ന് പറഞ്ഞത് അമ്മ കേട്ടിട്ടുണ്ടാവോ? എന്താ ശാരദാമ്മയത്? കുറച്ച് പലഹാരങ്ങളാ വിജയലക്ഷ്മി. ആ കൊണ്ടുവാ. ഓ, അച്ചപ്പം കുഴലപ്പം ഒക്കെയാണോ? എണ്ണ പലഹാരങ്ങൾ കഴിക്കില്ലേ ആന്റി? കൊളസ്ട്രോള്. എന്നാലും കൺമുന്നിൽ കാണുമ്പോ കഴിക്കാതെങ്ങനെയാടി? രോഗികളെ കാണാൻ പോകുമ്പോ സാധാരണ ആൾക്കാര് ആപ്പിളും ഓറഞ്ചും ഒക്കെയാ വാങ്ങിക്കൊണ്ടു പോകാറ്. ആ, അതിനൊക്കെ കാശ് കൂടുതലായിരിക്കും അല്ലേ? ഇതാവുമ്പോ കുടുംബശ്രീ ഹോട്ടലിന്റെ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന എടുത്തോണ്ട് വന്നാ മതിയല്ലോ. ഓ, എത്ര ദിവസത്തെ പഴക്കം ഉണ്ടാവോ ആവോ. ആ, നീ പോയി ബാക്കി പണി ചെയ്യ് പെണ്ണേ. എല്ലാം നല്ല വൃത്തിയായിരിക്കണം. ചെല്ലടി ഇങ്ങോട്ട്, പോടി. ഞാനുള്ളതുള്ളതുപോലെ പറയും. ശാരദാമ്മയുടെ മകളാണെങ്കിലും നല്ല ഒന്നാന്തരം അനങ്ങാക്കള്ളിയാ. ദേഹം അനങ്ങി എന്തെങ്കിലും ചെയ്യാനേ വലിയ ബുദ്ധിമുട്ടാ. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഇന്ന് വൈകിട്ടെങ്കിലും കാലം ആവോ ആവോ. ആ, ശാരദാമ്മയെ കാണുമ്പോ ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. രാജീവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണിക്കെന്നും പറഞ്ഞ് 1 ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തു അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളുടെ മകൾക്ക് ഇവിടെ ഹോം നേഴ്സായിട്ട് വന്ന് നിൽക്കേണ്ടി വന്നത്? നിങ്ങൾക്ക് നാണമില്ലേ ശാരദാമ്മേ, പെൺപിള്ളേരെ മുന്നിൽ നിർത്തി ചെറുക്കന്മാരെ ഇങ്ങനെ പറ്റിക്കാൻ? എന്താ, നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? അത് അങ്ങനെ പറ്റിപ്പോയി. ഈ കണക്കിന് ആരുടെ എല്ലാം കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെടുത്തിട്ടുണ്ടാവും. അച്ചപ്പം കൊണ്ട് വന്നിരിക്കുക, അവരുടെ ഒരു അച്ചപ്പം. അമ്മേ, അമ്മയൊന്നും കഴിച്ചില്ലല്ലോ. കഴിക്കാൻ മോളെ, ഇപ്പോഴല്ല, പിന്നീട് ഒരു ദിവസം. അമ്മേ, എന്താടി? അമ്മയൊന്നും വിചാരിക്കരുത്, എനിക്കിവിടെ സുഖം തന്നെയാ. അതിന് ഞാൻ അങ്ങനെ വിചാരിച്ചൊന്ന് നിന്നോടാരാ പറഞ്ഞത്? ഭർത്താവ് എവിടെയാണോ അവിടെയാ ഭാര്യയുടെ സ്വർഗം. ലോകം മുഴുവൻ അവഗണിച്ചാലും ചവിട്ടി തേച്ചാലും ഭർത്താവിന്റെ അംഗീകാരവും സ്നേഹവും അവൾക്ക് വേണ്ടത്. അവര് മാത്രമുള്ള ലോകത്ത് അവള് രാജ്ഞിയാ. ഭർത്താവിന്റെ പിന്തുണ ഉണ്ടായാൽ മാത്രം മതി അവൾക്ക് ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കാൻ. മുൾപടർപ്പുകളും തീനാമ്പുകളും ഒക്കെ ഉണ്ടായെന്ന് വരും ജീവിതത്തിൽ.
അതിനപ്പുറം ഒരു വസന്തം ഉണ്ടെന്ന് കരുതും മോളെ. ശാരദാമ്മ, മോനെ ഒന്ന് കണ്ടിട്ട് പോണമെന്നുണ്ടായിരുന്നു. നടന്നില്ലെങ്കിലോ എന്ന് പേടിച്ചു. എന്തായാലും അത് നടന്നു. മോനോട് എനിക്കൊരു കടമുണ്ടെന്ന് പറഞ്ഞു വിജയലക്ഷ്മി. 1,00,000 രൂപയുടെ. കടം അത്രയല്ല, വീട്ടിയാ തീരാത്ത അത്ര കടവാ ബാക്കി നിൽക്കുന്നത്. എന്റെ മോൾക്കൊരു ജീവിതം കൊടുത്തതിന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.